നിയോഗത്താലി. ബ്ലേഡ് കൈത്തണ്ടയിലേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള ധൈര്യം നന്ദയ്ക്കില്ലാതെ പോയി. ആ ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പണ്ടേ ഈ ജീവിതം അവസാനിപ്പിച്ചേനെ അവൾ. മരിക്കാനും ജീവിക്കാനും കഴിയാത്ത അവസ്ഥ. അവൾക്ക് ഹൃദയം വേദനിച്ചു. ഹൃദയവേദന കണ്ണീരായി കവളിലൂടെ ഒലിച്ചിറങ്ങി. ഇനി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് തന്നെ തേടി എത്താൻ പോകുന്നതെന്ന് പോലും അറിയാതെ അവൾ കിടക്കയിലേക്ക് ചാഞ്ഞു. തുറന്നിട്ട ജനലോരം വഴി ഒഴുകിയെത്തിയ പാതിരാക്കാറ്റ് അവളെ തഴുകി ഉറുക്കി. അതേസമയം അടുക്കളയിൽ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സിന്ധു മക്കളും കാര്യമായി ചർച്ചയിലായിരുന്നു. ദേ മക്കളെ, നോക്ക്, നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം വളരെ എളുപ്പം. നമ്മൾ കരുതും പോലെ തന്നെ നടക്കും. എങ്ങനെ നടക്കുമെന്ന് അമ്മ പറയുന്നേ? അവൾ എന്തായാലും നമ്മൾ പറഞ്ഞ രണ്ടാം കെട്ടുകാരനെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല. അവൾ ഐറ്റം വേറെയാ, സാക്ഷി പറഞ്ഞു. സാക്ഷി, നീ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് പറയരുത്. ആദ്യം അമ്മ എന്താ പറയാൻ പോകുന്നതെന്ന് നീ ഒന്ന് വ്യക്തമായിട്ട് കേൾക്ക്. സംഗീത തന്റെ അനിയത്തിയോട് പറഞ്ഞു. സാക്ഷിയും സംഗീതയും ഒരുപോലെ അവരുടെ അമ്മയുടെ വാക്കുകൾക്ക് കാതോർത്തു. തള്ളയുടെ കുശുമ്പ് കുന്നായ്മ മുഴുവൻ അതേപോലെ കിട്ടിയതാണ് അവർക്ക്. നിങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ ഉറപ്പായും ശ്രീനന്ദ കേൾക്കും. ഞാൻ കുറച്ചു കഴിയുമ്പോൾ അവളെ ഇങ്ങോട്ട് വിളിക്കാം. അന്നേരം നിങ്ങൾ അവളോട് ഇങ്ങനെയൊക്കെ പറയണം. ശേഷം കുറച്ച് കാര്യങ്ങൾ മക്കളോട് പറഞ്ഞു. ഇരുവരും സിന്ധുവിനെ നോക്കി തലകുലുക്കി. നിങ്ങൾ അവളോട് അടുക്കളയിൽ വെച്ച് സംസാരിച്ചാൽ മതി. ഞാൻ അച്ഛൻ വരുന്നു നോക്കാൻ മുമ്പിൽ നിൽക്കാം. സജീവന് പലചരക്ക് കടയാണ്. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ നല്ല കച്ചവടം ഉണ്ടെങ്കിൽ കട അല്പം താമസിച്ചേ അടക്കും. കവലയിൽ മറ്റു പലചരക്ക് കടകളൊന്നുമില്ലാത്തതിനാൽ ഏകദേശം അവിടെയുള്ള ആളുകളെ ആശ്രയിക്കുന്നത് സജീവന്റെ പലചരക്ക് കടയാണ്. സമയം ഏകദേശം 9 മണിയോടെയായി. സിന്ധു പോയിട്ട് ശ്രീനന്ദയുടെ റൂമിന്റെ വാതിൽക്കത്ത്. നല്ല ഉറക്കത്തിലായിരുന്നവൾ ജോലി ചെയ്ത് തളർന്നുറങ്ങുകയാണ് ആ പാവം പെൺകുട്ടി. ഏറെ നേരം വാതിലിൽ തട്ടിയ ശേഷമാണ് അവൾ ഉണർന്നത്. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എണീക്കും. രാവിലത്തേക്കുള്ള പലഹാരവും ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളും ഉണ്ടാക്കിയിട്ടാണ് നന്ദ സ്കൂളിൽ പോകുന്നത്. രാത്രിയിലാണെങ്കിൽ 10 മണി വരെയെങ്കിലും എന്തെങ്കിലും കാരണം പറഞ്ഞ് സിന്ധു അവളെ അടുക്കളയിൽ പിടിച്ചു നിർത്തും. അത് മറ്റൊന്നുമല്ല, അവൾ നേരത്തെ റൂമിൽ പോയാൽ അവൾ നന്നായി പഠിച്ചാലോ എന്ന് കരുതി മാത്രം. എന്നാൽ എത്ര താമസിച്ചാണ് റൂമിൽ വരുന്നതെങ്കിലും അന്നേ ദിവസം സ്കൂളിൽ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം പഠിച്ചു തീർത്തിട്ടേ നന്ദ കിടക്കാറുള്ളൂ. കുറേ നേരം കിടന്നെങ്കിലും നന്ദയ്ക്ക് നല്ല ഉറക്കക്ഷീണം ബാക്കിയായിരുന്നു. അതേ ഉറക്കച്ചതോടെയാണ് അവൾ ചെന്ന് വാതി തുറന്നത്. എന്താടി വാതി തുറക്കാൻ ഇത്ര താമസം? നീ എന്താ കഥകടച്ച് ഇതിനകത്ത് പരിപാടി? വാതിന്റെ മുമ്പിൽ നിന്ന ശ്രീനാഥയെ തള്ളി മാറ്റിക്കൊണ്ട് സിന്ധു അകത്തേക്ക് കയറി 4 പാടും നോക്കി. അമ്മ എന്താ നോക്കുന്നേ? കാര്യം മനസ്സിലാവാതെ നന്ദ അവരോട് ചോദിച്ചു. അല്ല, പതിവിലും നേരത്തെ നീ റൂമിൽ കയറി കഥ കടിച്ചു. ഇനി ഞങ്ങളറിയാതെ നീ ആരെങ്കിലും ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? നിലത്തിരുന്നുകൊണ്ട് കുനിഞ്ഞ് കട്ടിലിന്റെ അടിയിലേക്ക് നോക്കിക്കൊണ്ടാണ് സിന്ധു അത് പറഞ്ഞത്. അവരുടെ പുഴുത്ത നാവിൽ നിന്നും ഇങ്ങനെയുള്ള വർത്താനം ഉണ്ടാകുമെന്ന് നന്ദയ്ക്ക് അറിയാമെങ്കിലും ഒരു നിമിഷം അവൾ പകച്ചുപോയി. മകളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റിയ ഭാഷയാണോ ഇതെന്ന് അവൾ ഓർത്തുപോയി. അമ്മയോട് ഇതേക്കുറിച്ച് ചോദിച്ച് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം. കാരണം അമ്മായിയോട് അങ്ങനെ എന്തെങ്കിലും പറയുന്നത് പോത്തിന്റെ ചെവിയിൽ വേദം ഓതുന്നതിന് സമമാണ്. അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവരുടെ ഈ വരവും മുറി പരിശോധനയും ഒന്നും ഇഷ്ടമല്ലാത്ത രീതിയിൽ അവൾ ചോദിച്ചു. അതുകൊള്ളാലോ, ഇതെന്റെ വീട്. ഇവിടെയുള്ള ഓരോ മുറികളും എന്റേത്. അപ്പോ ഇവിടെ ഏത് മുറിയിൽ എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇനി മേലിൽ മുറി അടച്ചിട്ടിരിക്കുന്നത് കണ്ടുപോകരുത് കേട്ടോ. സിന്ധു ഒരു താക്കീതും കൊടുത്തു അവർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ നിന്നെ വിളിക്കാനാ വന്നത്. എല്ലാരും കഴിച്ച പാത്രങ്ങളൊക്കെ സിങ്കിൽ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ നാളത്തേക്ക് ദോശയ്ക്കുള്ള അരി അരിച്ചിട്ടില്ല. അല്ലേ തന്നെ നിനക്ക് എന്തറിയണം? ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയല്ലോ. മുഖം കൂട്ടിക്കൊണ്ട് അവരത് പറഞ്ഞു. ഞാൻ വന്നോളാം അമ്മായി, താഴേക്ക് പൊയ്ക്കൂ. അതെന്താ, നിനക്ക് തനിച്ച് വന്നാലേ ഒക്കൂ? എനിക്കൊപ്പം വന്നാൽ നിനക്ക് പറ്റില്ല. അങ്ങോട്ട് വാടി. സിന്ധു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളുമായി അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയുടെ മുമ്പിലെത്തി അവിടെ കൈവിട്ട ശേഷം സിന്ധു മക്കളെ രണ്ടുപേരെയും കണ്ണുകൊണ്ടെന്തോ കാണിച്ചു. ശേഷം വീടിന്റെ മുൻപിലേക്ക് നടന്നു. ഡി,
എന്ത് നോക്കി നിൽക്കുവാ? മര്യാദയ്ക്ക് പോയി പാത്രങ്ങളൊക്കെ ആദ്യം കഴുകി വെക്ക്. സിന്ധുവിന്റെ മൂത്തമകൾ സംഗീത ആജ്ഞാപിക്കും പോലെ നന്ദയോട് പറഞ്ഞു. ആഹാരം കഴിച്ച പാത്രം പോലും എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാൻ മടിയുള്ളവളാണ് തന്നോട് ഇന്ന് ആജ്ഞാപിക്കാൻ നിൽക്കുന്നത്. അവൾ പുച്ഛത്തോടെ സ്വയം ഓർത്തു. എടി ശ്രീനന്ദൻ, ഇത് കഴിഞ്ഞിട്ടേ ദോശയ്ക്ക് മാവരച്ചു വെക്കണം. സിന്ധുവിന്റെ രണ്ടാമത്തെ മകൾ സാക്ഷിയാണത് പറഞ്ഞത്. തന്നേക്കാൾ 1 വയസ്സിന് ഇളയവളാണവൾ. ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ നാവിൽ നിന്നും എടി എന്ന് വിളിക്കേട്ടപ്പോ നന്ദയ്ക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. സിന്ധുവിന്റെ മകളല്ലേ, ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് അവൾ മനസ്സിലോർത്തു. അമ്മ നിനക്കൊരു ആലോചന കൊണ്ടുവന്നല്ലോ, എന്തായി കാര്യങ്ങളൊക്കെ? സംഗീത ചോദിച്ചു. ശ്രീ എന്ത് മറുപടി പറയുന്നറിയാൻ കാത്തു നിൽക്കുവാണ് സാക്ഷി. സംഗീത, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ദയവ് ചെയ്ത് എന്നെ ഇതിലേക്കൊന്നും വലിച്ചഴിക്കരുത്. ഈ വീട്ടിലെ സകല ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മായി പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു പോയിക്കോളാം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിക്കുന്നോ? ആര്? നീയോ? ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ട് പലചരക്ക് കടയിൽ കിടന്ന് സമ്പാദിച്ചുകൊണ്ട് വരുന്ന ഒരു വിഹിതം നിനക്ക് കൂടി തരാൻ ഇനി കഴിയില്ല. അതുകൊണ്ട് ഇനിയും ഞങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് അമ്മ പറഞ്ഞയാളെ വിവാഹം കഴിച്ച് നീ ഇവിടെ നിറങ്ങിപ്പോണം. 4-ാം വയസ്സ് മുതൽ ഇത്തൽക്കണ്ണി പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുമല്ലേ നീ? സംഗീതയുടെ വാക്കുകൾ വല്ലാത്തൊരു നോവ് പടർത്തിയിരുന്നു പാവം നന്ദയുടെ ഉള്ളിൽ. ഒപ്പം അവൾക്ക് ദേഷ്യവും തോന്നി. ഞാൻ എന്തിനിറങ്ങിപ്പോണം? ഇതെന്റെ മാമന്റെ വീടല്ലേ, അങ്ങനെങ്ങ് പോകാനൊന്നും എന്നെ കിട്ടില്ല. ശ്രീ പറഞ്ഞു. അതെ, ഇത് നിന്റെ മാമന്റെ വീടാണ്, അതായത് ഞങ്ങളുടെ അച്ഛന്റെ വീട്. ഇവിടെ ഞങ്ങൾ അമ്മയും മക്കളും കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീയ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ നിനക്ക് കൊള്ളാം. അതല്ല, ഇനി ഇവിടെ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ അടിച്ചിറക്കാനും മടിക്കില്ല ഞങ്ങൾ. എങ്കിൽ അതൊന്ന് കാണുമല്ലോ. കഴുകിക്കൊണ്ടിരുന്ന പ്ലേറ്റ് സിങ്കിലേക്കിട്ട് അവരോടൊരു വാക്ക് തർക്കത്തിന് തുടക്കം കുറിക്കാനായി നിന്നു ശ്രീ. ചെലവിന് മാത്രം തന്നാൽ മതിയെങ്കിൽ വേണ്ടില്ല, ഇതിപ്പോ അച്ഛനെ കൂടി പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞ്. ആദ്യം സംഗീത പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അല്പനേരം ആലോചിച്ചു നിന്നപ്പോൾ ശ്രീയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഓരോരുത്തരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തൊലിയുരിഞ്ഞു പോവാ. സംഗീതം നിർത്താൻ ഉദ്ദേശമില്ലാത്ത പോലെ പിന്നെയും തുടർന്നു. സ്വന്തം അച്ഛനെയും നിന്നെയും ചേർത്ത് നാട്ടുകാർ ഓരോ കഥകൾ പറഞ്ഞിറക്കുമ്പോ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എല്ലാം പോട്ടെ, ഞങ്ങളുടെ അമ്മയുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്റെ അമ്മ ഏതോ ഒരുത്തിന്റെ ഒപ്പം ചാടിപ്പോയപ്പോഴും എന്റെ അച്ഛൻ നാണം കെട്ടു. ദായിപ്പോ നീ കാരണം. ചുരുക്കി പറഞ്ഞ നിങ്ങൾ അമ്മയും മോളും കാരണം നാണം കെട്ടാണ് അച്ഛന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം. ദയവേത് നീ നിന്റെ വീട്ടിൽ പോണം. അതിന് ഏറ്റവും നല്ല മാർഗം നിനക്കിപ്പോ വന്ന ആ 2ാം കെട്ടുകാരന്റെ ആലോചനയ്ക്ക് സമ്മതം മൂളുകയാണ്. സംഗീതയുടെ വാക്കുകൾ കേൾക്കി ചെവി കുട്ടിയടിച്ചതുപോലെ ആ പാവം പെണ്ണ് നിന്നുപോയി. ഇനി ഒന്നും പറഞ്ഞ് തർക്കിക്കാൻ കഴിയാത്ത വിധം അവശയായി പോയവൾ കണ്ണു നിറഞ്ഞിട്ട് കാഴ്ചകൾ കാണാൻ കഴിയാതെ വന്നപ്പോ മിഴികൾ ഇറുക്കി അടച്ചു കളഞ്ഞു. അവളുടെ കവിളിണകളെ ചുംബിച്ചുകൊണ്ട് ഓരോ തുള്ളിയായി കണ്ണീർ താഴേക്ക് ഇറ്റിറ്റു വീണു. യാന്ത്രികമായി എന്തൊക്കെയോ ജോലി ചെയ്ത് തീർത്ത് ശ്രീ മുകളിലെ മുറിയിലേക്ക് നടന്നു. മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കുഴഞ്ഞു. ജീവിതം അവസാനിപ്പിക്കാനും വയ്യ, എന്നാൽ ജീവിച്ചു തീർക്കാനും കഴിയാത്ത അവസ്ഥയിൽ അവൾ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നു. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എപ്പോഴും അവൾ കണ്ണുകൾ അടച്ചു. ഒട്ടും ആഗ്രഹിക്കാത്ത കല്യാണം, അത് നടക്കുമെന്നറിയാതെ ആ പാവം ഉറങ്ങി. തുടരും.